രാജ്യവും നിക്ഷേപകരും ഏറാകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബജറ്റ് ദിനത്തിൽ വിപണികൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ ഫ്ലാറ്റ് ഓപ്പണിംഗാണ് നടത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും ആഭ്യന്തര ഓഹരികൾ തുടർച്ചയായ 4-ാം ദിവസവും നേട്ടത്തോടെയാണ് വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഒരു വശത്ത് വിദേശ നിക്ഷേപകർ കനത്ത വിൽപ്പന സമ്മർദ്ദം സൃഷ്ടിക്കുന്നതിനിടയിലാണ് ഇന്ത്യൻ വിപണി മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയം. നിക്ഷേപകർ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന 3-ാം മോദി സർക്കാരിൻ്റെ 2-ാം പൊതുബജറ്റിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് പ്രധാനമായും ആഭ്യന്തര വിപണി മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. മാസക്കാലയളവിൽ നോക്കുമ്പോൾ 2025 ജനുവരിയിലെ വ്യാപാരത്തിൽ പ്രധാന ഓഹരി സൂചികൾ നേരിയ നഷ്ടം കുറിച്ചാണ് കടന്നു പോകുന്നതെങ്കിലും അവസാന 4 ദിവസത്തിൽ 2.5% നേട്ടം കരസ്ഥമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ബി.എസ്.സിയുടെ സെൻസെക്സ് സൂചികയിൽ 2134 പോയിന്റും എൻ.എസ്.സിയുടെ നിഫ്റ്റി സൂചികയിൽ 671 പോയിന്റ് വീതവും നേട്ടവും കഴിഞ്ഞ 4 വ്യാപാര ദിനങ്ങളിലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 10 വർഷങ്ങളിലെ പൊതുബജറ്റിന് ശേഷമുള്ള ഓഹരി വിപണിയുടെ ഒരു മാസക്കാലയളവിലെ പ്രകടന ചരിത്രം പരിശോധിക്കാം. 2 ഇടക്കാല ബജറ്റുകൾ കൂടി പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 12 കേന്ദ്ര ബജറ്റുകൾ അരങ്ങേറിയിട്ടുണ്ട്. ബജറ്റ് ദിനങ്ങളിൽ വിപണിയിൽ ചാഞ്ചാട്ടം വർദ്ധിക്കുന്ന പ്രവണത പൊതുവെ പ്രകടമാണ്. പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ ജെഎം ഫിനാൻഷ്യലാണ് ബജറ്റിന് ശേഷമുള്ള വിപണിയുടെ പ്രകടനം സംബന്ധിച്ച റിസർച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടുള്ളത്. ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം. ആദ്യം ബജറ്റിന് ശേഷമുള്ള ആദ്യ ആഴ്ചയിലെ പ്രകടനം. എൻ.എസ്.സിയുടെ പ്രധാന സൂചികയായ നിഫ്റ്റി സൂചിക 75% സാധ്യതയിൽ ശരാശരി 1.1% നേട്ടത്തോടെയാണ് ബജറ്റിന് ശേഷമുള്ള ആദ്യ ആഴ്ചയിലെ വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത്. സമാനമായി നിഫ്റ്റി മിഡ് ക്യാപ് സൂചികയായിട്ട് 67% സാധ്യതയുടെ ശരാശരി 1.5% നേട്ടമാണ് ബജറ്റിന് ശേഷമുള്ള ആദ്യ ആഴ്ചയിൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. പ്രധാന സെക്ടറൽ സൂചികകളൊന്നായ ഫാർമ സൂചിക 92% സാധ്യതയിൽ ശരാശരി 3.2% നേട്ടത്തോടെ ഭൂരിഭാഗം തവണയും ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ടെക്നോളജി സൂചികയാകട്ടെ 75% സാധ്യതയോടെ ശരാശരി 1.5% നേട്ടം കരസ്ഥമാക്കിയാണ് വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത്. പൊതുമേഖലാ ബാങ്ക് സൂചിക 67% സാധ്യതയിൽ ശരാശരി 3.6% നേട്ടത്തോടെയും ബജറ്റിന് ശേഷമുള്ള ആദ്യ ആഴ്ചയിലെ വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളതായി കാണാം. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വിപണിയിൽ ഒരു ഓഹരി വിഭാഗവും ബജറ്റിന് ശേഷമുള്ള ഒരാഴ്ച കാലയളവിൽ 50%-ലധികം നഷ്ടസാധ്യതയോടെ ക്ലോസ് ചെയ്തിട്ടില്ല എന്നത് ശ്രദ്ധേയം. ബജറ്റിന് ശേഷമുള്ള 2 ആഴ്ചയിലെ പ്രകടനം. പ്രധാന അടിസ്ഥാന സൂചികളിലൊന്നായ നിഫ്റ്റി സൂചിക 50% സാധ്യതയോടെ ശരാശരി 0.6% നേട്ടത്തോടെയാണ് ബജറ്റിന് ശേഷമുള്ള 2 ആഴ്ചയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സമാനമായി നിഫ്റ്റി മിഡ് ക്യാപ് സൂചികയായിട്ട് 58% സാധ്യതയോടെ ശരാശരി 0.1% നേട്ടത്തോടെയും 2 ആഴ്ച കാലയളവിൽ വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളതായും കാണാം. സെക്ടറൽ സൂചികൾ പൊതുവായി നോക്കിയാൽ ഫാർമ സെക്ടറൽ സൂചിക ഒഴികെ ബാക്കി ഒന്നിനും 65%-ലധികം സാധ്യതയോടെ ബജറ്റിന് ശേഷമുള്ള 2 ആഴ്ച കാലയളവ് നേട്ടം കരസ്ഥമാക്കി വ്യാപാരം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലാത്തതായി കാണാം. അതേസമയം ടെക്നോളജി സൂചിക 58% സാധ്യതയോടെ ശരാശരി 1.2% നേട്ടത്തോടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓട്ടോ, റിയൽ എസ്റ്റേറ്റ്, പൊതുമേഖലാ ബാങ്ക് സൂചികളായിട്ട് 67% സാധ്യതയോടെ ശരാശരി 0 മുതൽ 0.6% വരെ നഷ്ടം രേഖപ്പെടുത്തിയാണ് ബജറ്റിന് ശേഷമുള്ള 2 ആഴ്ച കാലയളവിൽ വ്യാപാരം ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രൈവറ്റ് ബാങ്ക്, മെറ്റൽസ്, എനർജി തുടങ്ങിയ സെക്ടറൽ സൂചികളാകട്ടെ 58% സാധ്യതയോടെ 0.4 മുതൽ 0.7% വരെ നഷ്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കിയിട്ടുണ്ട്. ബജറ്റിന് ശേഷമുള്ള ഒരു മാസത്തെ പ്രകടനം. പൊതുബജറ്റിന് ശേഷമുള്ള 4 ആഴ്ച കാലയളവ് അത് ഒരു മാസത്തെ വ്യാപാരം നിഫ്റ്റി സൂചിക 42% സാധ്യതയോടെയാണ് പോസിറ്റീവായി ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ കാലയളവിലെ ശരാശരി ആദായം -0.9% ശ്രദ്ധിക്കുക. നിഫ്റ്റി മിഡ് ക്യാപ് സൂചികയായിട്ട് 50% സാധ്യതയോടെയാണ് നേട്ടം രേഖപ്പെടുത്താൻ കാണിക്കുന്നത്. ഈ കാലയളവിലെ ശരാശരി ആദായം -0.5% ആകുന്നു. മൊത്തം സെക്ടറുകൾ പരിഗണിച്ചാൽ ബജറ്റിന് ശേഷമുള്ള ഒരു മാസ കാലയളവിൽ ഒരു സെക്ടറുകളും 65% സാധ്യതയുടെ നേട്ടത്തിൽ ക്ലോസ് ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയം. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യത്വം നൽകുന്നതാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപ സംബന്ധമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടീമിലുള്ള ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.